നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മോൺത ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ച് ഇന്ന് ആന്ധ്രയുടെ തീരം തൊട്ടേക്കുമെന്ന സൂചനകൾ രാവിലെ മുതൽ വരുന്നുണ്ട്. ഈ തുലാപ്പയത്തിനപ്പുറം മഴ ഇത്രത്തോളം ശക്തമാക്കുന്നത് ഈ ചുഴലിക്കാറ്റിൻ്റെ സാന്നിധ്യം തന്നെയാണ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. വടക്കൻ ജില്ലകളിലാണ്. ഇടതുമുന്നണിയുടെ മാനത്തും മോൺത ചുഴലിക്കാറ്റിന് സമാനമായ സാഹചര്യം തന്നെയാണ്. ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുമോ അതോ ദുർബലമാകുമോ എന്നൊക്കെ ഇന്ന് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറന്റ് വിഷയമാണ്. സംസ്ഥാനത്തിന് തീരുമാനമെടുക്കാമെന്നൊക്കെ CPI ധരിപ്പിക്കാൻ പെടാപ്പാട് പെടുകയാണ് ശിവൻകുട്ടിയും CPM ഒക്കെ. പക്ഷേ കാര്യങ്ങൾ CPIക്ക് ബോധ്യപ്പെട്ടില്ല എങ്കിൽ നിർണായക തീരുമാനങ്ങളിലേക്കൊക്കെ കടക്കുമെന്ന ഒരു കണക്കുകൂട്ടലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്കയും ഇടത് മുന്നണിക്കുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നോക്കാം ഇന്ന് എന്തൊക്കെ സംഭവിക്കുമെന്ന്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. PM ശ്രീ പദ്ധതിയിൽ നിലപാട് തീരുമാനിക്കാൻ നിർണായക CPI എക്സിക്യൂട്ടീവ് യോഗം ആലപ്പുഴയിൽ. മന്ത്രിമാരെ രാജിവെപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ഇന്ന്. അനുനയിപ്പിക്കാൻ CPM-ഉം അടിയന്തര CPM സെക്രട്ടേറിയറ്റ് ഇന്ന്. രാജ്യവ്യാപക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയക്രമം ഇന്നറിയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് 4:15. ആകാംക്ഷയിൽ കേരളം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്നും ചോദ്യം ചെയ്യും. തെളിവെടുപ്പിനിടെ കണ്ടെത്തിയ രേഖകൾ പരിശോധിക്കും. കിട്ടിയത് സുപ്രധാന തെളിവുകളെന്ന് SIT. സംസ്ഥാനത്ത് ഇന്ന് മഴ ശക്തമാകും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. മോൺത ചുഴലിക്കാറ്റ് തീരം തൊടാനിരിക്കെ ഒഡീഷയിലും ആന്ധ്രയിലും ജാഗ്രതാ നിർദ്ദേശം. ഇന്നു മുതൽ യൂത്ത് കോൺഗ്രസിന് പുതിയ മുഖം. ഐ ഗ്രൂപ്പിന്റെ അതൃപ്തിക്കിടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി OJ ജനീഷും വർക്കിംഗ് പ്രസിഡന്റായി ബിനു ചുള്ളിയിലും ചുമതലയേൽക്കും. സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും യോഗം ഇന്ന്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ 5ാം ദിവസമായി ഇന്ന് 9 ഫൈനലുകൾ. മത്സരം ജമ്പ് ഇനങ്ങളിലും ത്രോ ഇനങ്ങളിലും. അത്ലറ്റിക്സ് കിരീടത്തിനായി മലപ്പുറവും പാലക്കാടും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. PM ശ്രീ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ആലപ്പുഴയിൽ നടക്കും. വിഷയത്തിൽ മുന്നോട്ടുള്ള നിലപാട് യോഗം ചർച്ച ചെയ്യും. മന്ത്രിമാരെ പിൻവലിക്കണമെന്ന ആവശ്യമടക്കം ഒരു വിഭാഗം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. കിരൺ, PM ശ്രീ വിഷയത്തിൽ തുടക്കത്തിലെ അതേ നിലപാടിൽ നിന്ന് അണുവിട പോലും മാറാതെയാണ് CPIയുടെ നിൽപ്പ്. ഈ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ CPI എക്സിക്യൂട്ടീവ് ചേരുകയാണ്, നിർവാഹക സമിതി ചേരുകയാണ്. നിലവിൽ മന്ത്രിമാരെ മാറ്റി നിർത്തുന്നതടക്കമുള്ള കടുത്ത തീരുമാനങ്ങളിലേക്കൊക്കെ ഒരുപക്ഷെ CPI നീങ്ങിയേക്കുമെന്ന സൂചനകളുമുണ്ട്. അതിനിടെ ഇന്ന് ആലപ്പുഴയിൽ CPM-ഉം CPI-യും പൊതുവേദി പങ്കിടുന്നുണ്ടല്ലോ, ഈ പുന്നപ്ര വയലാർ വാരാചരണത്തിന്റെ ഭാഗമായിട്ട്. സ്വപ്ന, PM ശ്രീ വിഷയത്തിൽ തുടർ നടപടികൾ എന്താണ്, അല്ലെങ്കിൽ പാർട്ടി നിലപാടുമായി പാർട്ടിയുടെ മുന്നോട്ടുള്ള നിലപാട് എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഇന്ന് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം നടക്കുന്നത്. ഈ യോഗത്തിൽ ഇനിയുള്ള നിലപാട് എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും. ഈ മന്ത്രിമാരെ അടക്കം മാറ്റി നിർത്തണം അല്ലെങ്കിൽ പിൻവലിക്കണം എന്നുള്ള അടക്കമുള്ള ആവശ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം കൂടിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യും. ഏതായാലും ബിനോയ് വിശ്വം അടക്കം ഉള്ള ആളുകൾ നേരത്തെ പറഞ്ഞിരുന്നത് ഇടതുപക്ഷത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് ഈ വിഷയം ഇന്നത്തെ എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്യും. അതിനുശേഷം ഇതിൽ കൃത്യമായ ഒരു നിലപാടെടുക്കും എന്നുള്ളൊരു കാര്യം ഏതായാലും ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഏതായാലും PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള നിലപാട് എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് പ്രധാനമായിട്ടും ഇന്ന് ഈ എക്സിക്യൂട്ടീവ് യോഗം ആലപ്പുഴയിൽ ചേരുന്നത്. ഈ യോഗത്തിന് ശേഷം ഈ തീരുമാനം ഏതായാലും അറിയിക്കും. ഒപ്പം തന്നെ ഇന്ന് വൈകിട്ടോടുകൂടിയാണ്
ഈ പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടി ആലപ്പുഴയിൽ നടക്കുന്നത്. ഈ പരിപാടിയിൽ CPIയും CPIഎമ്മും ഒരുമിച്ച് വേദി പങ്കിടുന്നുണ്ട് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. മുഖ്യമന്ത്രിയാണ് ഈ പരിപാടിയിൽ വൈകിട്ട് പങ്കെടുക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഈ PMC വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ എതിർപ്പുമായി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് CPI. കിരണാണ് വിവരങ്ങളുമായി ചേർന്ന് ഇപ്പോൾ അൺഫിലിറ്റ് ഡിസൂസ കൂടി ചേരുകയാണ്. അൺഫിലിറ്റ്, ഈ CPI അനുനയിപ്പിക്കാനുള്ള CPM നീക്കം എങ്ങും എത്താതെ നിൽക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ കണ്ടതാണ്. ശിവൻകുട്ടി അടക്കം MN സ്മാരകത്തിൽ എത്തി ചർച്ച നടത്തുന്നു. അതിലൊക്കെ മുഖം തിരിച്ച് നിൽക്കുകയാണ്, നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. ഇപ്പോൾ മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ ടെലിഫോണിൽ സംസാരിച്ചു. അതായത് ഈ വിഷയത്തിൽ പിന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്, ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ നിലപാടുകളിലൊക്കെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എന്താണ് മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള ഇനിയുള്ള ഒരു തുറുപ്പ് ചീട്ട് CPIയെ അനുനയിപ്പിക്കുന്നതിന്? ഇപ്പോൾ CPM സെക്രട്ടേറിയറ്റ് അല്പസമയത്തിനകം ചേരുന്നുണ്ടല്ലോ. സ്വപ്ന, ഇനിയുള്ള ഓരോ മണിക്കൂറുകളും സംസ്ഥാന രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് CPM രാഷ്ട്രീയത്തിൽ ഇടതു മുന്നണി ഏത് രീതിയിലാകും മുന്നോട്ട് പോകുക എന്നതിന് ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ മണിക്കൂറുകൾ തന്നെയാണ്. മുഖ്യമന്ത്രി ഇന്നലെ രാത്രിയോടുകൂടി വിദേശ സന്ദർശനം കഴിഞ്ഞെത്തി. അതിനുശേഷമാണ് വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ചർച്ചകളൊക്കെ വളരെ വേഗത്തിൽ സജീവമാക്കി. നീക്കങ്ങൾ, തുടർ നടപടികളൊക്കെ വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിളിച്ചു ചേർക്കാനായി മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് 10 മണിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. ഇതിൽ ഒറ്റ ഒരു അജണ്ട മാത്രമേ ഉള്ളൂ. PMCയിൽ ചർച്ച ചെയ്യുക, CPIയെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അതേസമയം CPI ആകട്ടെ PMC വിഡ്രോ ചെയ്യുക, PMC പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുക, MOU ഒപ്പിട്ടത് പിൻവലിക്കുക എന്ന ഒരൊറ്റ നിലപാട്, അതിനപ്പുറത്തേക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ അത് സാധ്യമല്ല. അതെങ്ങനെ പ്രായോഗികമാകുമെന്നൊരു ചോദ്യം CPM ഉന്നയിക്കുകയാണ്. അത് തന്നെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നത്. PMC MOU ഒപ്പിട്ടതിന് പിന്മാറാൻ സാധ്യമല്ല. പക്ഷേ CPM ഉന്നയിക്കുന്ന ആശങ്കകൾ, അതായത് ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പാക്കുകയില്ല എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് കൃത്യമായി നൽകുന്നു. പക്ഷെ ആ ഉറപ്പിലൊന്നും തന്നെ CPI പിന്നോട്ട് പോകുന്നില്ല. അവർ മുന്നോട്ട് വെക്കുന്ന ഒരൊറ്റ നിബന്ധന അല്ലെങ്കിൽ ഒരൊറ്റ ആവശ്യം അതിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രധാനമായും MOU നിന്ന് പിൻവാങ്ങാതെ എങ്ങനെ CPI കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്നുള്ളതാണ്. പക്ഷെ ആ നിബന്ധന, അതായത് ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പാക്കാതിരിക്കുന്നതിനുള്ള വിശദാംശങ്ങളും വ്യക്തതയും ഒക്കെ CPIയെ എങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുമെന്നുള്ളത് ഒരു തീർച്ചയായും അൺഫിലിറ്റ് അത് തന്നെയാണ് ഈ സൂചിപ്പിച്ചതുപോലെ. ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അനുസരിച്ചുള്ള ആ ഒരു സിലബസ് അല്ലെങ്കിൽ ഒരു കരിക്കുലം ഫോളോ ചെയ്യേണ്ടി വരില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ CPI പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും CPMും സർക്കാരും അടക്കമുള്ള. പക്ഷേ CPI പറയുന്നത് പോലെ ഇതിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഒരു പക്ഷേ ഇതിൽ ഒപ്പിട്ടു അല്ലെങ്കിൽ അതിന് പിൻവാങ്ങുക എന്നതിനപ്പുറം മുന്നണിയിൽ ഒരു കൂട്ടായ ചർച്ചയോ ആലോചനയോ മന്ത്രിസഭയിലടക്കം ഒന്നും തീരുമാനിക്കാതെ CPMന്റെ ആ പതിവ് വല്യേട്ടൻ സ്വഭാവം കാണിച്ചതിലുള്ള ശക്തമായ അമർഷം കൂടി ഒരുപക്ഷേ ഇത്തരത്തിൽ ശക്തമായി CPI ഈ നിലപാടിനോട്, കാരണം വിദ്യാഭ്യാസം കൺകറന്റ് വിഷയമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചിട്ടും ഒരുപക്ഷെ ആ ഒരു നാഷണൽ കരിക്കുലം ഫോളോ ചെയ്യേണ്ട എന്ന് ഫണ്ടിന് വേണ്ടി മാത്രമാണ് എന്ന് പറയുമ്പോൾ കൂടിയും അതൊന്നും മനസ്സിലാക്കാതെ അത് വേണ്ട, അതിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന കടുത്ത നിലപാട് CPM ഇതുവരെ ഒരുപക്ഷെ ഫേസ് ചെയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇനി ഇത്തരത്തിൽ ഈ ഒറ്റയാൾ തീരുമാനങ്ങൾ മുന്നണിക്കുള്ളിൽ ഉണ്ടാകരുത് എന്നൊരു ശക്തമായ താക്കീത് കൂടി ആക്കി മാറ്റാൻ ഒരുപക്ഷെ CPI ശ്രമിക്കുകയല്ലേ? CPIയെ സംബന്ധിച്ച് ഏകപക്ഷീയമായ തീരുമാനം എടുത്തു എന്നൊരു വലിയൊരു വിഷയം തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് മുമ്പും പല വിഷയങ്ങളിൽ തന്നെ നമുക്കറിയാം, ഈ ബ്രൂവറി വിഷയങ്ങളിൽ, പുള്ളി ബ്രൂവറി വിഷയങ്ങളിലടക്കം തന്നെ CPM ചർച്ച ചെയ്യാതെ, മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനങ്ങളാണ് എന്ന വിഷയത്തിൽ നിലപാടൊക്കെ എടുക്കുകയും പിന്നീട് CPM അതിൽ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ CPIയെ പ്രകോപിപ്പിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പാക്കുന്നു. അതൊരിക്കലും CPMന്റെ ആ ഒരു പോളിസിയെ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു നയത്തിന് ഏറ്റവും വലിയൊരു വിഘാതം സൃഷ്ടിക്കുന്നു. ആ നയത്തിന് എന്താണോ ഇത്രയും കാലം ഇവർ എതിർത്തിരുന്നത്, CPM ഉൾപ്പെടെ പരസ്യമായി എതിർത്തിരുന്ന ഒരു വിഷയമാണ്. ആ വിഷയം ഇവിടെ നടപ്പാക്കുന്നു, ദേശീയ വിദ്യാഭ്യാസ നയം. അതിനപ്പുറത്തേക്ക് RSSന്റെ ഒരു ഉൽപ്പന്നമാണ് ഈ PMC.
അത് എങ്ങനെ കേരളം നടപ്പാക്കും? അതിലുള്ള കടുത്ത അമർഷവും വിയോജിപ്പും തന്നെയാണ് ബിനോയ് വിശ്വം അടക്കം CPI നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് അത് വലിയൊരു അതായത് അത് മുഖത്തേറ്റ് ഇടതുപക്ഷത്തിന്റെ നയത്തിന്റെ ആ നിലപാടുകൾക്കുള്ള വലിയൊരു തിരിച്ചടിയാണ്, വലിയൊരു ആഘാതമാണ് എന്ന രീതിയിലാണ് CPI അത് മുന്നോട്ട് വെക്കുന്നത്. ഏകപക്ഷീയമായി എടുത്തു, പാർട്ടിയിലോ മുന്നണിയിലോ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്തില്ല എന്നത് ഏറ്റവും വലിയൊരു വിഷയം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഒരിക്കൽ പോലും ഈ പദ്ധതിയിൽ നിന്ന് ഈ പലവട്ടം തന്നെ സമവായ ചർച്ചകൾക്ക് ശ്രമിച്ചിട്ടും ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും ഒക്കെ തന്നെ വിമർശനത്തിൽ നേരിട്ടൊരു വിദ്യാഭ്യാസ മന്ത്രി അനുനയത്തിന് ശ്രമിച്ചപ്പോൾ പോലും അവരിൽ നിന്ന് പിന്മാറാൻ സന്നദ്ധമല്ലാത്തത് ഈ ഒറ്റ വിഷയത്തിൽ തന്നെയാണ്. ഇത് CPM മുന്നോട്ട് വെക്കുന്ന നയങ്ങൾക്ക് ഏറ്റവും വിരുദ്ധമായ ഒരു നിലപാടാണ് PMശ്രീയിൽ ഒപ്പിടുന്നത്. ആ നയത്തിന് ഘടകവിരുദ്ധമായ ഒരു പദ്ധതിയെ എങ്ങനെ പിന്തുണയ്ക്കാനാകുമെന്നൊരു ചോദ്യം അവർ മുന്നോട്ട് വെക്കുകയാണ്. ഇതിന് കൃത്യമായ CPM മറുപടി പറഞ്ഞേ പറ്റൂ. തീർച്ചയായും മുഖ്യമന്ത്രി അല്പസമയം മുൻപ് ബിനോയ് വിശ്വത്തെ ടെലിഫോണിൽ വിളിച്ച് പറഞ്ഞതുപോലെ ഇനി കരാറിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് അറിയിച്ചു എന്ന് പറഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലപാടിൽ ഉറച്ചു തന്നെയാണ് CPI. ഈ മന്ത്രിമാരെ മാറ്റി നിർത്തുന്നതടക്കമുള്ള കടുത്ത നിലപാടുകളിലേക്ക് CPI പോകുമോ? അതായത് 10 മണിക്കാണ് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുന്നത്. 10 മണിക്ക് ആലപ്പുഴയിൽ. ഈ 10 മണിക്ക് ചേരുമ്പോൾ അതേ സമയത്ത് തന്നെയാണ് ഇവിടെ AKG സെന്ററിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ചെയ്യുന്നത്. രണ്ട് പ്രധാന പാർട്ടികളുടെയും ഏറ്റവും ക്രിയാത്മകമായ അല്ലെങ്കിൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന 2 യോഗങ്ങൾ ചേരുന്നു രണ്ടിടത്തായി. ഈ 10 മണിക്ക് യോഗം CPIയുടെ എക്സിക്യൂട്ടീവ് ചേർന്ന ശേഷം ഒരു 12 മണിയോടുകൂടി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ട് നയപരമായ നിലപാട് സ്വീകരിക്കുന്നു. ഇതിനോടകം തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് ചേർന്നപ്പോൾ 4 മന്ത്രിമാരും തങ്ങൾക്ക് രാജിവെക്കാൻ തയ്യാറാണ്. നേതൃത്വം പറയുകയാണെങ്കിൽ രാജിവെച്ചൊഴിയാനുള്ള സന്നദ്ധത അവർ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ അതിനകത്തൊരു നയപരമായ തീരുമാനമെടുക്കേണ്ടത് എക്സിക്യൂട്ടീവാണ്. ആ തീരുമാനത്തിന് വേണ്ടി മാത്രമാണ് ഇന്ന് ആലപ്പുഴയിൽ ചേരുന്നത്. അത് 12 മണിയോടുകൂടി എന്താണ് നിലപാടെന്ന് വ്യക്തമാക്കും CPI ബിനോയ് വിശ്വം. പക്ഷെ ആ വ്യക്തമാക്കുന്നതിന് മിനിറ്റുകൾക്ക് മുന്നേ വരെയും അവർ ആ പ്രതീക്ഷ വയ്ക്കുകയാണ്. CPMന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നിലപാട് അല്ലെങ്കിൽ ഒരു ഫോൺ വിളി, ആ ഒരു പ്രതീക്ഷയിൽ നിന്നുകൊണ്ട് തന്നെയാണ് CPIയുടെ എക്സിക്യൂട്ടീവ് ആലപ്പുഴയിൽ ചേരുകയും വിശേഷ മാധ്യമങ്ങളെ എപ്പോൾ കാണുന്നു അതിന് തൊട്ട് മുന്നേ വരെയും CPMന്റെ ഭാഗത്തുനിന്ന് അനുകൂല നിലപാട് അവർ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും അതേ സമയത്ത് തന്നെ സംസ്ഥാന സെക്രട്ടറി ചേർന്ന് ഇനി എങ്ങനെ നിലപാട് മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ചേരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനം തന്നെയാണ്. അതായത് ഒരു മണിക്കൂറും ഇനി അങ്ങോട്ട് ഈ ഉച്ച വരെയുള്ള ഒരു മണിക്കൂർ ഏറ്റവും ഉദ്യോഗപരമായ നിമിഷം അല്ലെങ്കിൽ ആ മണിക്കൂറുകൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം മുന്നണിയിൽ ഇടതു മുന്നണിയിൽ പൊട്ടിച്ചെറിയ ഒരു വിള്ളലിന്റെ ഭാഗമായി ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. പക്ഷേ അത് ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് ഏറെക്കുറെ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരാൻ മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ വിളിച്ച് സംസാരിച്ചു എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ആ നിലപാട് മുഖ്യമന്ത്രി നേരിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. തീർച്ചയായും നിർണായക മണിക്കൂറുകൾ തന്നെയാണ് വരാനിരിക്കുന്നത്. ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ നെല്ലും പതിരുമൊക്കെ തിരിച്ചറിയാൻ മാറും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് വരികയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. തെളിവെടുപ്പിനിടെ കിട്ടിയ രേഖകൾ അന്വേഷണ സംഘം പരിശോധിക്കും. സുപ്രധാന തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നതെന്ന് SIT വ്യക്തമാക്കിയിട്ടുണ്ട്. പോറ്റി സ്വർണ്ണം വിറ്റ ഗോവർദ്ധനിലേക്ക് കൂടുതൽ അന്വേഷണം കേന്ദ്രീകരിക്കാനാണ് SITയുടെ നീക്കം. ആതിര ചേരുകയാണ് വിവരങ്ങളുമായി. ആതിര, അങ്ങേയറ്റം നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ഈ ചെന്നൈയിലും ബംഗളൂരുവിലും നടന്ന ഈ SITയുടെ അന്വേഷണത്തിൽ ഈ തെളിവെടുപ്പിലൊക്കെ പുറത്തു വന്ന് കോടികളുടെ ഭൂമി ഇടപാടുകളും അഴിമതിയും അടക്കം നടന്നിരിക്കുന്ന വളരെ നിർണായകമായ കണ്ടെത്തലുകളിലേക്ക് SIT എത്തിയിരിക്കുകയാണ്. ഇനി തുടർന്നുള്ള അന്വേഷണം ഈ ഗോവർദ്ധനെ കേന്ദ്രീകരിച്ചായിരിക്കും. സ്വപ്ന, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള തെളിവെടുപ്പ് ഇന്നും തുടരുമെന്നുള്ളതാണ്. കഴിഞ്ഞൊരു 3-4 ദിവസമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി SIT അതിതീവ്രമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. ബംഗളൂരും അതുപോലെ തന്നെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസും കേന്ദ്രീകരിച്ച് നിർണായകമായ തെളിവെടുപ്പുകളൊക്കെ നടന്നു. ഈ തെളിവെടുപ്പുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കോടിക്കണക്കിനുള്ള ഈ പണമിടപാടുകളാണ്, ഭൂമി ഇടപാടുകളാണ്. ബംഗളൂരിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ടുള്ള നിർണായക രേഖകളൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ഭൂമി ഇടപാട്, അതുപോലെ തന്നെ ഫ്ളാറ്റുകളും വീടുകളും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി വാങ്ങിയിട്ടുണ്ട്. ഭാര്യയുടെ പേരിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു സുഹൃത്തിന്റെ പേരിലുമൊക്കെ ഇത്തരത്തിൽ ഭൂമികളും ഫ്ളാറ്റുകളും ഒക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി വാങ്ങിയിട്ടുണ്ട്. അതിൽ ഇത്തരത്തിൽ പ്രതീക്ഷിക്കാത്ത, അന്വേഷണ സംഘം പോലും പ്രതീക്ഷിക്കാത്ത അത്ര വലിയ കോടി രൂപയുടെ ഒരു ഭൂമി ഇടപാടും മറ്റ് സാമ്പത്തിക ഇടപാടുകളും ഒക്കെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ രേഖകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമായിരിക്കും മുന്നോട്ട് പോകുക. ഈ സ്വർണം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടായിരുന്ന ഒരു വെല്ലുവിളി. പക്ഷേ ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന ഈ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറി എന്ന് പറയുന്ന ഗോവർദ്ധനിൽ നിന്നും 400 ഗ്രാമോളം സ്വർണം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഈ തെളിവെടുപ്പിനിടെ 100 ഗ്രാമിൽ കൂടുതൽ സ്വർണവും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്വർണം വീണ്ടെടുക്കൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഏകദേശം നടപ്പിലാക്കിക്കൊണ്ട് വരികയാണ്. ഈ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ട് ഈ തൊണ്ടി മുതൽ ലഭിക്കുന്നതോടുകൂടി അന്വേഷണം മറ്റൊരു ഗതിയിലേക്ക് മാറുമെന്നുള്ളതാണ്. ഏതായാലും നിലവിലെ ഗോവർദ്ധൻ ഈ സ്വർണ്ണ സ്ഥാപനത്തിന്റെ ഒരു ജ്വല്ലറിയുടെ ഉടമ കൂടിയാണ് ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന വ്യക്തി. ഈ ഗോവർദ്ധനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായിരിക്കും SIT ഇനി കൂടുതൽ കേന്ദ്രീകരിക്കുക. ഈ ഗോവർദ്ധൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ പൂജാരി എന്ന പേരിലാണ് തന്നെ പരിചയപ്പെട്ടത്. അതിനെ തുടർന്ന് തനിക്ക് സ്വർണം കൈമാറി എന്ന തരത്തിലുള്ളതൊക്കെ തന്നെ ഈ ഗോവർദ്ധന്റെ മൊഴിയിൽ നിന്നും വ്യക്തമായ കാര്യങ്ങളാണ്. ഏതായാലും SIT ഗോവർദ്ധൻ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കൈമാറിയിട്ടുള്ള ഈ ഗോവർദ്ധനെ കേന്ദ്രീകരിച്ചായിരിക്കും നിലവിൽ കൂടുതൽ അന്വേഷണങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുക. ഈ ബാംഗ്ലൂരിലെ ഭൂമി ഇടപാടുകളുടെ രേഖകൾ കണ്ടെത്തിയതിനോടൊപ്പം ഈ ശ്രീരാംപുരയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ രേഖകളൊക്കെ കണ്ടെത്തുന്നത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും ഇന്നലെ അന്വേഷണ സംഘം എത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. ഏതായാലും നിലവിൽ ലഭിച്ചിരിക്കുന്ന ഈ തെളിവുകളൊക്കെ തന്നെ അതിനിർണായകമായിട്ടുള്ള തെളിവുകളാണ്. നിർണായകമായ ഭൂമി ഇടപാടുകൾ ബന്ധപ്പെട്ടുള്ള തീർച്ചയായും അതിൽ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ SITയുമായുള്ള തെളിവെടുപ്പുകൾ പുരോഗമിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ അത്ര ചെറിയ മീനൊന്നുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് മനസ്സിലായി വരികയാണ് ഓരോ ദിവസം കഴിയുന്നതോറും. പക്ഷേ ഈ ഒരു അന്വേഷണം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ അല്ലെങ്കിൽ ഗോവർദ്ധനിലോ കൽപേഷിലോ നാഗേഷിലോ മാത്രം ഒതുങ്ങി പോകുമോ എന്നതടക്കമുള്ള ആശങ്കകളും ഒപ്പമുണ്ട്. യഥാർത്ഥ സൂത്രധാരൻ ആര് എന്നതിലേക്ക് ഈ അന്വേഷണം എത്തുമോ എന്നതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. അതിൽ മറ്റൊന്ന് ഞാൻ ചോദിക്കുന്നത്, ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി ഇപ്പോൾ OJ ജനീഷും വർക്കിംഗ് പ്രസിഡന്റ് ബിനീഷ് ചുള്ളിയിലും ചുമതലയേൽക്കുന്നു. 11 മണിക്ക് ഇന്ദിരാഭവനിൽ ചടങ്ങുകളാണല്ലോ. പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നില്ല, രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നില്ല. സ്വപ്ന, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്വപ്ന സൂചിപ്പിച്ചതുപോലെ ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, ലൈംഗിക ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജിവെച്ചതോടുകൂടിയാണ് അവിടെ ഒരു ഒഴിവ് വരുന്നത്. ആ അധ്യക്ഷ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ OJ ജനീഷ് പുതിയ അധ്യക്ഷനായി ഇന്ന് ചുമതലയേൽക്കും. ഇന്ദിരാഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാവിലെ ഏകദേശം 11 മണിയോടുകൂടിയാണ് ചുമതല ഏറ്റെടുക്കുക. KPCC പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫ്, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് ദേശീയ ഉപാധ്യക്ഷൻ ഉദയ് ഭാനു ചിബ് തുടങ്ങിയവരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുക. രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന്റെ അമ്മ ഈ ഇടയ്ക്കാണ് മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ മൂലം രമേശ് ചെന്നിത്തല പങ്കെടുക്കില്ല. മാത്രമല്ല RSPയുമായി ബന്ധപ്പെട്ടുള്ള ഈ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവും ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ അബിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കാത്തതിന്റെ പേരിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഐ ഗ്രൂപ്പ് കടുത്ത അമർഷത്തിലൊക്കെ ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ ഈ ചുമതല ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കുന്ന ഒരു ചടങ്ങിലേക്ക് വരുന്നത്. അതുമാത്രമല്ല, അതിനുശേഷം ഇത്തരത്തിൽ ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും യോഗത്തിൽ ഈ യൂത്ത് കോൺഗ്രസ് ദേശീയ ഉപാധ്യക്ഷൻ പങ്കെടുക്കും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ ഈ ചുമതല ഏറ്റെടുപ്പിന് ശേഷം നടക്കും. അതിനെയാണ് വിവരങ്ങളുമായി ചേർന്നത്. കരൂർ ദുരന്തത്തിൽ മരിച്ച 41 പേർ, അവരുടെ ബന്ധുമിത്രാദികളെല്ലാം ഇപ്പോൾ ചെന്നൈയിലെ മഹാബലിപുരത്താണ്. TVK നേതാവും നടനുമായ വിജയ് നേരിട്ടെത്തി അവരുമായി മനസ്സിലാക്കുന്നതനുസരിച്ച് അതിൻ്റെ ഒരു സ്വകാര്യ ഹോട്ടലിലാണ് ഈ കൂടിക്കാഴ്ചയെല്ലാം ഒരുക്കിയിരിക്കുന്നത്. നേരിട്ടെത്തി ഓരോ മുറിയിലുമെത്തി ഓരോരുത്തരുടെയും ബന്ധുക്കളെ കണ്ട് തൻ്റെ നിലപാടും ആ സാഹചര്യമൊക്കെ വിശദീകരിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. രാജ്യവ്യാപക SIRന്റെ ഷെഡ്യൂൾ ഇന്ന് പുറത്തുവിടും. വൈകിട്ട് 4:15 ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടക്കും. അതേസമയം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പരിഗണിച്ച് SIR നീട്ടണമെന്ന കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളുടെ ആവശ്യം ഇത് പരിഗണിച്ചേക്കില്ല എന്ന സൂചനയാണ് പുറത്തുവരുന്നത്.
രാജ്യത്ത് SIR നടപ്പാക്കുന്നതിനുള്ള സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഷെഡ്യൂൾ പൂർത്തിയായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ നടന്ന 2 ദിവസത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർമാരുടെ സമ്മേളനത്തിൽ ബീഹാർ മാതൃകയിൽ 3 മാസത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാനാണ് നീക്കം. അതേസമയം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആധാർ തിരിച്ചറിയൽ രേഖ മാത്രമായാണ് പരിഗണിക്കുക. പൗരത്വം തെളിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന മറ്റ് 11 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കേണ്ടി വരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലാകും ആദ്യഘട്ടത്തിൽ SIR നടപ്പാക്കുകയെന്നാണ് സൂചന. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം തുടങ്ങി 10 സംസ്ഥാനങ്ങൾ ആദ്യഘട്ട SIRൽ ഉൾപ്പെട്ടേക്കാമെന്നാണ് റിപ്പോർട്ട്. അതേസമയം കേരളം പോലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളെ ഒഴിച്ചു നിർത്തിയാകും ആദ്യഘട്ട SIRന്റെ തീയതി പ്രഖ്യാപിക്കുകയെന്ന് കമ്മീഷൻ സൂചന നൽകിയിരുന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പരിഗണിച്ച് കേരളത്തിൽ SIR നീട്ടണമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അടുത്ത മാസം ആദ്യം കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കും. ഡിസംബർ 20 മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന തരത്തിലാകും പ്രഖ്യാപനം. ബീഹാറിലെ SIRനെതിരായ കേസ് സുപ്രീംകോടതിയിൽ തുടരുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യവ്യാപക SIRനുള്ള നടപടി ആരംഭിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 10 മുതൽ 15 വരെ സംസ്ഥാനങ്ങൾ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുമെന്നാണ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ നേരത്തെ അറിയിച്ചിരുന്നത്. കേരളം, അസം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവയാണ് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ. ന്യൂസ് ഡെസ്ക്, അമൃത TV. തമിഴക വെട്രിക്കഴകം നേതാവായ നടൻ വിജയ് കരൂർ ദുരന്തത്തിൽ മരിച്ച 41 പേരുടെ കുടുംബങ്ങളെ ഇന്ന് നേരിൽ കാണാനെത്തുന്നു. ഇന്ന് മഹാബലിപുരത്തെ മാമല്ലപുരത്ത് വെച്ചാണ് കുടുംബങ്ങളുമായുള്ള കൂടിക്കാഴ്ച. CBI അന്വേഷണം നടക്കുന്ന ഈ വിഷയത്തിൽ ദുരന്തത്തിന് ശേഷം നിർത്തിവെച്ച ജില്ലാ റാലികൾക്ക് പിന്നാലെയാണ് വിജയയുടെ നീക്കം. മരിച്ചവരുടെ ബന്ധുക്കളെ TVK നേതാക്കളുടെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ്സുകളിൽ ഈ ഹോട്ടലുകളിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ട്. സ്വകാര്യ ഹോട്ടലിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം കൂടിക്കാഴ്ച തുടങ്ങിയേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. സ്വകാര്യ പരിപാടിയായിട്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓരോ കുടുംബത്തെയും വിജയ് നേരിട്ട് കണ്ട് പ്രത്യേകമായി നേരിട്ട് കണ്ട് സംസാരിക്കുമെന്നാണ് പാർട്ടി നേതൃത്വം അറിയിക്കുന്നത്. നേരത്തെ തന്നെ വിജയ് കരൂരിലെ കുടുംബങ്ങളെ കാണാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇന്ത്യയും ASEAN രാജ്യങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയമാണ് പിന്തുടരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലേഷ്യയിൽ നടന്ന ഇന്ത്യ ASEAN ഉച്ചകോടിയിൽ ഓൺലൈനായി സംസാരിക്കുമ്പോഴായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ. വ്യാപാര രംഗത്ത് ASEAനുമായുള്ള സഹകരണം ശക്തമാക്കുമെന്നും മോദി പറഞ്ഞു. അമേരിക്കയുമായുള്ള തീരുവതർക്കം തുടരുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ഇന്നും പ്രധാനമന്ത്രി ഉച്ചകോടി അഭിസംബോധന ചെയ്യും. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഉച്ചകോടിയിൽ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഉച്ചകോടിക്ക് സമാന്തരമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായി നിർത്തുമെന്ന് ഇന്ത്യ ഉറപ്പു നൽകിയെന്ന് മലേഷ്യയിലേക്കുള്ള യാത്രാമധ്യേ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്ത്യ പാക് യുദ്ധം താനാണ് നിർത്തിയതെന്ന് ഇവിടെയും മലേഷ്യയിലും ട്രംപ് ആവർത്തിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ വന്ന ഒരു ദുരന്ത വാർത്തയിലേക്കാണ്. കോട്ടയം കുറവിലങ്ങാട് ബസ് അപകടത്തിൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. പേരാവൂർ സ്വദേശിനി സിന്ധുവാണ് മരിച്ചത്. കുറവിലങ്ങാട് കുര്യനാട് വളവിലാണ് അപകടമുണ്ടായത്. കണ്ണൂർ ഇരിട്ടിയിൽ നിന്നും വിനോദസഞ്ചാരത്തിനായി പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെ 1:30 അപകടം. തിരുവനന്തപുരം കന്യാകുമാരി യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയാണ് അപകടം. ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടമായ ബസ് മറിയുകയായിരുന്നു. ഡ്രൈവർമാർ അടക്കം 49 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. സാരമായി പരിക്ക് പറ്റിയ 18 പേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 2 പേരുടെ നില ഗുരുതരമാണ്. ടൂർ ഓപ്പറേറ്ററും മറ്റൊരാളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബസ്സിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരെ മോനിപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ലക്ഷ്മി ചേരുന്നു വിവരങ്ങളുമായി. ലക്ഷ്മി, ഈ മോന്ത ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കുന്നു. ആന്ധ്ര തീരത്തേക്ക് ഒരുപക്ഷെ തീരം തൊട്ടേക്കുമെന്ന സൂചനകൾ, അതിൻ്റെ ഒരു പ്രതിഫലനം കൂടി സംസ്ഥാനത്തെ മഴയിൽ കാണുന്നുണ്ട്. ഇപ്പോൾ വടക്കൻ ജില്ലകളിൽ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ടല്ലോ. എന്തൊക്കെയാണ് ജാഗ്രതാ മുന്നറിയിപ്പുകൾ, അലർട്ടുകൾ?
സ്വപ്ന, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള മഴ ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ ശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ശക്തമായ കാറ്റും ഈ ജില്ലകളിലെല്ലാം, അതായത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിലെല്ലാം അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ഈ ജില്ലകളിൽ നിന്നൊന്നും ഇതുവരെ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും അതിശക്തമായ മഴ തുടരുകയാണ്. ഇടിമിന്നലും അതിശക്തമായ രീതിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും അതുപോലെ തന്നെ 7 ജില്ലകൾ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും മണ്ണിടിച്ചിലിനും അതുപോലെ തന്നെ ഉരുൾപൊട്ടലിനും സാധ്യതയുള്ള പ്രദേശങ്ങളിലും അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലെല്ലാം താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ചുഴലിക്കാറ്റ് തീരം തൊട്ടുന്നുണ്ട്. ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കേരളത്തിൽ മഴ ശക്തമാവുന്നത്. നമ്മൾ കണ്ടതാണ്, മുൻപ് തന്നെ മുന്നറിയിപ്പിൽ വന്നതാണ്. 29-ാം തീയതി വരെയാണ് മഴ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു ചുഴലിക്കാറ്റ് കൃത്യമായും കേരളത്തിലെ തൊടില്ലെങ്കിൽ പോലും അതിശക്തമായ മഴ കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഒറ്റ ദിവസം നീണ്ടു നിൽക്കുന്ന മഴയായിരിക്കും എന്നാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അതായത് ഒരു മഴ തോരാതെ തന്നെ ഒരു ദിവസം മുഴുവനായും നീണ്ടു നിൽക്കുന്ന മഴയായിരിക്കും ഈ ഒരു 29-ാം തീയതി വരെ പെയ്യുക എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും 29-ാം തീയതിക്ക് ശേഷം മഴയുടെ ശക്തി കുറയുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാതെ തന്നെ കനത്ത മഴ ഈ 3 ജില്ലകളിലും തുടരുന്നുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. സ്വപ്ന, 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശക്തമായ മഴയാണ് ഈ മലയോര മേഖലയിലടക്കം. കഴിഞ്ഞ ദിവസം ഇടുക്കി അടിമാലിയിൽ നമ്മൾ കണ്ടതാണ്. മണ്ണിടിച്ചിലടക്കമുള്ളവ ഉണ്ടായേക്കാം, ഉരുൾപൊട്ടലുകൾ ഉണ്ടായേക്കാം, ഒഴുക്കുണ്ടായേക്കാം. എല്ലാവരും സൂക്ഷിച്ച് സുരക്ഷിതരായിരിക്കുക. ഇനി നമുക്ക് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ പോരാട്ടം കേവലം RJDയും JDUവും തമ്മിൽ മാത്രമല്ല, മുന്നിൽ നിന്ന് നയിക്കുന്നത് നിതീഷ് കുമാറും തേജസ്വി യാദവുമാണെങ്കിലും പിന്നിൽ BJPയും കോൺഗ്രസും തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഇത്തവണ ബീഹാറിലേത്. വോട്ടർ പട്ടിക ക്രമക്കേട് ഉൾപ്പെടെ ഉയർത്തിയ ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയിക്കണമെങ്കിൽ കോൺഗ്രസിന് അധികാരത്തിലെത്തിയേ മതിയാകൂ. എന്നാൽ പ്രധാനമന്ത്രി നേരിട്ടിറങ്ങിയിരിക്കുന്ന ബീഹാറിൽ അതത്ര എളുപ്പമല്ലെന്നും കോൺഗ്രസിനറിയാം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, സച്ചിൻ പൈലറ്റ്, ആവനാഴിയിലെ എല്ലാ ശരങ്ങളും എടുത്തിട്ടുണ്ട് ബീഹാറിലേക്ക് കോൺഗ്രസ്. 40 പേരാണ് ബീഹാറിൽ കോൺഗ്രസിന്റെ താരപ്രചാരകർ. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും പട്ടികയിലുണ്ട്. എന്തു വില കൊടുത്തും ബീഹാറിൽ അധികാരം പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കോൺഗ്രസ്. മുഖ്യമന്ത്രി കസേരയിൽ ആരെത്തുന്നു എന്നതല്ല കോൺഗ്രസിന്റെ പ്രശ്നം. BJPയെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് RJD മുന്നോട്ട് വച്ച സീറ്റ് വിഭജന രീതിയിൽ പോലും എതിർപ്പുകൾ ഉയർത്തിയെങ്കിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒപ്പം നിൽക്കാൻ തീരുമാനിച്ചത്. ബീഹാറിൽ ജയിക്കേണ്ടത് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന്റെ കൂടി ആവശ്യമാണ്. വോട്ടർ പട്ടിക ക്രമക്കേട്, വോട്ട് മോഷണം ഉൾപ്പെടെ രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾക്ക് ആയുസ്സുണ്ടാകണമെങ്കിൽ ബീഹാറിൽ ജയിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ പതിവ് പോലെ ആരോപണങ്ങൾ ലക്ഷ്യത്തിലെത്താതെ അവസാനിക്കും. BJPയോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും നേരിട്ട് ഏറ്റുമുട്ടിയാണ് രാഹുൽ ബീഹാറിലെത്തിയത്. അതുകൊണ്ട് തന്നെ പ്രചാരണത്തിന്റെ മുൻനിരയിൽ രാഹുൽ ഗാന്ധിയുണ്ട്. വോട്ടർ അധികാർ യാത്രയിലൂടെ രാഹുൽ നേടിയെടുത്ത പിന്തുണ ബീഹാറിൽ മഹാസഖ്യത്തെ തുണയ്ക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ 70 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 19-ൽ മാത്രമാണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഏറെ കരുതലോടുകൂടി കഴിഞ്ഞ തവണ ചെറിയ വ്യത്യാസത്തിന് നഷ്ടപ്പെട്ട സീറ്റുകൾ ഉൾപ്പെടെ ചോദിച്ചു വാങ്ങിയാണ് വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറായത്. ഒരു ഉപമുഖ്യമന്ത്രി കൂടി ഉണ്ടാകുമെന്ന് തേജസ്വി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും ന്യൂനപക്ഷ പ്രതിനിധിയുമായ ഷക്കീൽ അഹമ്മദിന്റെ പേരിനാണ് മുൻതൂക്കം. അങ്ങനെ വന്നാൽ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് മറുപടി നൽകാനും കോൺഗ്രസിനാകും. ബീഹാറിലെ ജയം കോൺഗ്രസിനെ സംബന്ധിച്ച് മുന്നോട്ടുപോക്കിന് നിർണായകമാണ്. ബീഹാറിന് പിന്നാലെ ബംഗാളും തമിഴ്നാടും കേരളവും തെരഞ്ഞെടുപ്പിലേക്ക് എത്തും. ഇതിൽ കേരളത്തിലും തമിഴ്നാട്ടിലും കോൺഗ്രസ് വലിയ പ്രതീക്ഷയാണ് പുലർത്തുന്നത്. ബംഗാളിൽ തിരിച്ചടിയുണ്ടായാൽ ഈ സംസ്ഥാനങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെയും ബാധിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാന സ്കൂൾ കായികമേള തലസ്ഥാന നഗരിയിൽ പൊടിപൊടിക്കുകയാണ്. ഈ മെഡൽ പട്ടികയിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ഒരുപാട് മുന്നിലാണ്.
സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇന്ന് 9 ഫൈനലുകളാണ്. ജമ്പ് ഇനങ്ങളിലും ത്രോ ഇനങ്ങളിലുമാണ് മത്സരങ്ങൾ. അധ്യാപകരുടെ മത്സരങ്ങളും ഇന്ന് നടക്കും. 1616 പോയിന്റുമായി തിരുവനന്തപുരമാണ് ഒന്നാം സ്ഥാനത്ത്. അത്ലറ്റിക്സിൽ പാലക്കാടും മുന്നേറ്റം തുടരുന്നു. ആതിര രാധാകൃഷ്ണൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. ആതിര, നേരത്തെ പറഞ്ഞതുപോലെ തലസ്ഥാന നഗരിയിൽ സ്കൂൾ കായികമേളയുടെ പൊടിപൂരം തന്നെയാണ് ഇന്നിപ്പോൾ 5ാം ദിവസം. 9 ഫൈനലുകൾ. ഇന്നത്തെ ഇനങ്ങൾ ഏതൊക്കെ വ്യത്യസ്തമാകുന്നു? പ്രത്യേകതകൾ എന്തൊക്കെ? സ്വപ്ന സൂചിപ്പിച്ചതുപോലെ കേരള കായികമേള 5ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് പ്രധാനമായും ജമ്പ് ഇനങ്ങളും അതുപോലെ തന്നെ ത്രോ ഇനങ്ങളുമാണ്. ഇന്ന് അത്ലറ്റിക് മത്സരങ്ങളിൽ പ്രധാനമായിട്ടും ഞാൻ ഇപ്പോഴുള്ളത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ്. ഒരു 8:50 കൂടിയാണ് ഇവിടെ ഫൈനൽ മത്സരങ്ങളൊക്കെ തന്നെ ആരംഭിക്കുക. പ്രധാനമായും ഹൈ ജമ്പ്, പോൾ വാൾട്ട്, ഹാമർ ത്രോ, ഷോട്ട് പുട്ട്, ട്രിപ്പിൾ ജമ്പ് തുടങ്ങിയ മത്സരങ്ങളാണ് ഇന്ന് ആകർഷകമായിട്ടുള്ള മത്സരങ്ങൾ. ഇവിടെയൊക്കെ തന്നെ ഫൈനൽ ഇന്നാണ് നടക്കുക. രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലുമായാണ് ഈ മത്സരങ്ങളുടെയൊക്കെ തന്നെ ഫൈനൽ മത്സരങ്ങൾ നടക്കുക. ഇന്നത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അധ്യാപകരുടെ മത്സരങ്ങളും ഇന്നാണ്. 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ ഓട്ട മത്സരവും അതുപോലെ ഷോട്ട് പുട്ട്, ലോങ് ജമ്പ്, 1500 മീറ്റർ നടത്ത മത്സരം തുടങ്ങിയ മത്സരങ്ങളൊക്കെ തന്നെ ഇന്ന് നടക്കും. ഇന്ന് ഏകദേശം രാവിലെയോടുകൂടി ഈ മത്സരങ്ങളൊക്കെ തന്നെ പൂർത്തിയാകുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. വൈകുന്നേരങ്ങളിലും ഈ മത്സരങ്ങളുടെയൊക്കെ തന്നെ ഫൈനലുകളും നടക്കും. മറ്റ് സ്റ്റേഡിയങ്ങളിലൊക്കെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉൾപ്പെടെ ഇന്ന് ഗെയിംസ് മത്സരങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. റെസ്ലിംഗ്, പവർ ലിഫ്റ്റിംഗ്, ഫെൻസിംഗ്, ബാസ്കറ്റ്ബോൾ, ഖോഖോ, കളരിപ്പയറ്റ തുടങ്ങിയ മത്സരങ്ങളൊക്കെ തന്നെ ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും. അതുപോലെ തന്നെ GV രാജ സ്പോർട്സ് സ്കൂളിൽ ഹോക്കി, ബോക്സിംഗ് തുടങ്ങിയ മത്സരങ്ങളായിരിക്കും നടക്കുക. കാർഷിക കോളേജിൽ ഹാൻഡ്ബോൾ, സെന്റ് സേവിയേഴ്സ് കോളേജിൽ ക്രിക്കറ്റ് തുടങ്ങിയ മത്സരങ്ങളൊക്കെ തന്നെ ഇന്നും ഏകദേശം മത്സരങ്ങളെല്ലാം തന്നെ ഇന്നോടുകൂടി പൂർത്തിയാകും. കാരണം നാളെയാണ് സമാപനം. നാളത്തോടുകൂടി ഈ കായികമേള അവസാനിക്കുകയാണ്. അതുകൊണ്ട് നാളെ ഏകദേശം രാവിലെ ഒരു 10 മണിയോടുകൂടി തന്നെ ഈ മത്സരങ്ങളെല്ലാം അവസാനിച്ച് ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ഫലം വരും. ഏതായാലും നിലവിൽ തിരുവനന്തപുരം ആണ് മുന്നിൽ നിൽക്കുന്നത്. തിരുവനന്തപുരം ഏതായാലും സ്വർണ്ണക്കപ്പിൽ മുത്തമിടാൻ പോകുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. കാരണം 1616 പോയിന്റുകൾ നേടിയാണ് തിരുവനന്തപുരം അതിന്റെ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആതിഥേയരായ തിരുവനന്തപുരം തന്നെ ആ സ്വർണ്ണക്കപ്പ് കിരീടം സ്വന്തമാക്കുമെന്നുള്ളതാണ്. തൃശൂർ 2ാം സ്ഥാനത്തുണ്ട്. 769 പോയിന്റുമാണ് തൃശൂർ 2ാം സ്ഥാനത്തുള്ളത്. പാലക്കാടാണ് 3ാം സ്ഥാനത്ത്. 698 പോയിന്റുമായാണ് പാലക്കാട് 3ാം സ്ഥാനത്തുള്ളത്. ഈ അത്ലറ്റിക് മത്സരങ്ങളിലെ മികവാണ് പാലക്കാടിനെ 3ാം സ്ഥാനത്ത് എത്തിച്ചിട്ടുള്ളത്. അത്ലറ്റിക് മത്സരങ്ങളിൽ 162 പോയിന്റുമായി പാലക്കാടാണ് 1ാം സ്ഥാനത്ത്. തൊട്ടു പിന്നിൽ മലപ്പുറമുണ്ട്. 155 പോയിന്റുകളുമായാണ് മലപ്പുറമുള്ളത്. ഏതായാലും ഈ അത്ലറ്റിക് മത്സരങ്ങളിലെ 2 പോയിന്റുകൾ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും തമ്മിൽ പോയിന്റുകളിൽ വലിയൊരു വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന അത്ലറ്റിക് മത്സരങ്ങളുടെ ഒരു ഫലപ്രഖ്യാപനം കൂടെ, അതിന്റെ ഒരു ആരാണ് സ്വർണം നേടുക എന്നത് സംബന്ധിച്ച് ഒരുപക്ഷെ ഈ ഒരു അത്ലറ്റിക് മത്സരങ്ങളിലെ ഈ ഒരു ഫലം മാറിമറിയാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. ഏതായാലും നിലവിൽ തിരുവനന്തപുരം അതിന്റെ ആധിപത്യം തുടരുകയാണ്. മറ്റു മത്സരങ്ങളൊക്കെ തന്നെ ഇന്ന് പുരോഗമിക്കും. അതിന്റെ ഫൈനലുകളൊക്കെ തന്നെ ഇന്ന് നടക്കും. ഏതായാലും കായികമേള ഈ അനന്തപുരിയിൽ നിലവിൽ ഒരു 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തിരുവനന്തപുരം തന്നെയാണ് ആ സ്വർണ്ണക്കപ്പിൽ മുത്തമിടാനുള്ള ആ ഒരു വിജയം ഉറപ്പിച്ചുകൊണ്ടുള്ള ജൈത്രയാത്ര തിരുവനന്തപുരം ഏതായാലും തുടരുകയാണ്. ഇന്ന് ജംപ് ത്രോ ഇനങ്ങളിൽ മത്സരം. ആതിരയാണ് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വിശേഷങ്ങളുമായി ചേരുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കോട്ടയം കുമ്മനത്ത് നവജാത ശിശുവിനെ വിൽക്കാൻ ശ്രമിച്ച കേസിൽ വാങ്ങാനെത്തിയവരുടെ ബാങ്ക് ഇടപാടുകൾ അടക്കം പരിശോധിക്കുമെന്ന് പോലീസ്. കേസിലെ 2ാം പ്രതിയായ UP സ്വദേശി അർമാനും കുടുംബത്തിനും വളർത്താനായാണ് കുട്ടിയെ വാങ്ങാൻ ശ്രമിച്ചതെന്നാണ് പ്രതികളുടെ മൊഴി. പോലീസ് ഇത് പൂർണ്ണമായും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. മറ്റാരുടെയെങ്കിലും പക്കൽ നിന്നും പണം വാങ്ങി കുട്ടിയെ മറിച്ചു വിൽക്കുവാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. കേസിലെ 1ാം പ്രതിയായ കുട്ടിയുടെ പിതാവ് മദ്യപിക്കാനുള്ള പണത്തിനും കടം വീട്ടാനുമായാണ് കുട്ടിയെ വിൽക്കാൻ ശ്രമിച്ചത് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. ഇയാൾ സ്ഥിരമായി ഒരു ജോലിക്കും പോകാറില്ലായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ഇയാളെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ശേഖരിക്കുവാനാണ് പോലീസിന്റെ നീക്കം. കുട്ടിയെ മറിച്ചു വിൽക്കുവാനുള്ള സാധ്യതയടക്കം എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്നതിനോടൊപ്പം കസ്റ്റഡി അപേക്ഷയും നൽകും. തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്ന നിഗമനത്തിലാണ് പോലീസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർഷങ്ങളായി മുസ്ലിം ലീഗും കോൺഗ്രസും പരസ്പരം പോരടിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് മലപ്പുറത്തെ പൊന്മുണ്ടം. ഗ്രാമപഞ്ചായത്ത് രൂപീകരണ കാലം മുതൽ ഇവിടെ കോൺഗ്രസും ലീഗും തമ്മിൽ സൗഹൃദ മത്സരമാണ് നിലനിൽക്കുന്നത്.
സ്വാതന്ത്ര്യ സമര കാലത്തോളം പഴക്കമുണ്ട് പൊന്മുണ്ടത്തെ ലീഗ് കോൺഗ്രസ് തർക്കത്തിന്. ദേശീയതയും മതതാൽപര്യങ്ങളുമായിരുന്നു അക്കാലത്തെ തർക്ക വിഷയങ്ങൾ. സ്വാതന്ത്ര്യത്തിനും സംസ്ഥാന രൂപീകരണത്തിനു ശേഷവും തുടർന്ന മത്സരം പക്ഷേ UDF സംവിധാനം നിലവിൽ വന്നതിന് ശേഷവും അവസാനിച്ചില്ല. പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചതു മുതൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇരു പാർട്ടികളും പരസ്പരം മത്സരിച്ചാണ് മുന്നേറിയത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിച്ച് ആകെ ഉണ്ടായിരുന്ന 16 സീറ്റിൽ 12 മുസ്ലിം ലീഗും 4 കോൺഗ്രസും നേടി. UDFിലെ ഘടകകക്ഷികൾ തമ്മിലുള്ള സൗഹൃദ മത്സരത്തിനിടയിൽ ഇടതുമുന്നണിക്ക് ഒരു സീറ്റ് പോലും നേടാനുമായില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും UDF സംവിധാനത്തിനു കീഴിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തകർ പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരസ്പരം പോരടിക്കുന്ന അവസ്ഥയ്ക്ക് ഇത്തവണയും മാറ്റമുണ്ടാകാനിടയില്ല. ഒത്തുതീർപ്പ് ചർച്ചകൾ പലതും നടന്നെങ്കിലും സീറ്റ് ധാരണയിലെത്താൻ സാധിച്ചിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ UDF സംവിധാനത്തിൽ പോകുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രാദേശിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും UDF സംവിധാനത്തിലാവാം. പക്ഷേ ഈക്വൽ ഷെയർ എന്നുള്ളതാണ് അവരുടെ ഒരു ഡിമാൻഡ്. 18 സീറ്റുണ്ട്, 9 സീറ്റും 2 വർഷവും പ്രസിഡന്റ്ഷിപ്പ് കൊടുത്താൽ മുന്നണിയാവാം എന്നാണ് അവർ ആദ്യം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് പിന്നീട് തുടർ ചർച്ചകൾ ഉണ്ടായില്ല. ഇനിയിപ്പോൾ ഒരു ചർച്ചകൾ പോലും പ്രസക്തി ഇല്ലാത്ത രൂപത്തിൽ 2 പാർട്ടികളും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളുമായിട്ട് ഒരുപാട് മുന്നോട്ട് പോയി. ഈ പ്രാദേശിക തലത്തിൽ ഈ സമരങ്ങളും സമരപരിപാടികളും പ്രചരണ യോഗങ്ങളും ഒക്കെ നടക്കുമ്പോഴും ഇവിടുത്തെ പ്രമുഖ 2 കക്ഷി എന്ന രൂപത്തിൽ ലീഗും കോൺഗ്രസും തമ്മിൽ ഒരുപാട് പോർവിളികൾ നടത്തിയതിനു ശേഷം ഇനിയൊരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് സംശയമാണ്. കായിക മന്ത്രി V. അബ്ദുറഹ്മാന് ഇപ്പോഴും കോൺഗ്രസിലുള്ള സ്വാധീനമാണ് ഒരുമിച്ച് മത്സരിക്കുന്നതിന് തടസ്സമാകുന്നത് എന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. ചില ഇവിടുത്തെ MLAയുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ കോൺഗ്രസിന്റെ ഉള്ളിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മാമൻ ഫാൻസിന്റെ പെട്ട അല്ലെങ്കിൽ V. അബ്ദുറഹ്മാൻ MLAയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ചെൽപ്പിടിക്ക് നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരാണ് UDF സംവിധാനത്തിന് എതിരെ നിൽക്കുന്നത്. എന്നാൽ പോലും സംവിധാനങ്ങൾ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വവും ലീഗിന്റെ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വമൊക്കെ ചർച്ച നടത്തിയിട്ട് UDF സംവിധാനത്തിലേക്ക് ഇപ്രാവശ്യം പൊന്മുണ്ടം പോകുമെന്നാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ. അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. മണ്ഡലം കമ്മിറ്റി ചർച്ചകൾ നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ചർച്ചകൾ നടക്കും. ജില്ലാ കമ്മിറ്റി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ നേതാവ് PK കുഞ്ഞാലി സാഹിബും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ പറഞ്ഞിട്ടുള്ളത് എല്ലാ സ്ഥലങ്ങളിലും UDF സംവിധാനം ശക്തമായി പോകുമെന്നുള്ളതാണ്. അപ്പോൾ എന്ത് വിട്ടുവീഴ്ച ചെയ്തിട്ടായാലും ലീഗും കോൺഗ്രസും നല്ല രീതിയിൽ പൊന്മുണ്ടത്തും UDF സംവിധാനത്തോടെ പോകുമെന്നാണ് എനിക്ക് ഇപ്പോൾ ഒരു പ്രതീക്ഷ വരുന്നത്. അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ 18 വാർഡുകളിലേക്കും സ്ഥാനാർത്ഥികളെ കണ്ടെത്തി പോരാട്ടം ശക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് പൊന്മുണ്ടത്ത് ലീഗ് കോൺഗ്രസ് നേതാക്കൾ. അമൃത ന്യൂസ്, മലപ്പുറം. ലഹരിവിരുദ്ധ സന്ദേശവുമായി സൈക്കിൾ യാത്രയ്ക്കൊരുങ്ങി ഫോർട്ട് കൊച്ചിയിലെ 12 വീട്ടമ്മമാർ. നവംബർ 3-ാം തീയതി മുതൽ തുടങ്ങി 6 മണിക്ക് നവംബർ 3-ന് 6 മണിക്ക് കൊച്ചിയിൽ നിന്നും തുടങ്ങി 8-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ പ്രമുഖ NGOയായ ഗ്ലോബൽ കേരള ഇനീഷ്യേറ്റീവ് കേരളീയം സംഘടിപ്പിക്കുന്ന ചരിത്രയാത്രയിൽ ഷീ സൈക്ലിംഗും ഇൻഡസ് മീഡിയയും കൈകോർക്കുന്നു. ഷീ സൈക്ലിംഗിന്റെ സീനിയർ നാഷണൽ പ്രൊജക്ട് മാനേജർ പ്രകാശ് ഗോപിനാഥാണ് പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഷീ സൈക്ലിംഗ് നാഷണൽ പ്രൊജക്ട് കോർഡിനേറ്റർ MA സീനത്താണ് യാത്രയുടെ ക്യാപ്റ്റൻ. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ട്. 44-ാമത്തെ വയസ്സിൽ സൈക്കിൾ എന്ന് പറയുന്ന ഒരു ടൂൾ മാത്രമാണ്, പക്ഷെ അതിലൂടെ അവർക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതാണ് ശരിക്കും ഷീ സൈക്ലിങ്ങിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 57 വയസ്സ് വരെ പ്രായമുള്ള 12 വീട്ടമ്മമാരാണ് യാത്രയിൽ പങ്കെടുക്കുന്നത്. 60 വയസ്സുകാരി ലൈലയാണ് കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ളയാൾ. 14ഓളം സ്കൂളുകളിലും 4ഓളം കോളേജുകളിലും ഈ സംഘം ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തും. എഴുത്തുകാരി ശ്രീകുമാരി രാമചന്ദ്രൻ, പ്രശസ്ത ടെലിവിഷൻ പ്രൊഡ്യൂസർ ഡയാന സിൽവസ്റ്റർ, നടി ശരണ്യ രാമചന്ദ്രൻ, സംരംഭക പ്രീതി പറക്കാട്, കൗൺസിലർ ഷീബ ലാൽ എന്നിവർ ചേർന്നാണ് യാത്രയ്ക്കുള്ള സൈക്കിളുകൾ വിതരണം ചെയ്തത്. അമൃത ന്യൂസ്, കൊച്ചി. കളരിപ്പയറ്റ് ജീവിതചര്യയാക്കി മാറ്റിയ ഒരു കുടുംബമുണ്ട് തൃശൂർ മുല്ലശ്ശേരിയിൽ. ചങ്ങരം കുമരത്ത് തറവാട്ടിലെ സുവ്രതൻ ഗുരുക്കൾക്ക് കളരിപ്പയറ്റ് ഒരു ഉപാസനയാണ്. കടലും കടന്നുപോയ കളരി പാരമ്പര്യത്തിൻ്റെ കഥകൾ ഒട്ടനവധിയാണ്. കാണാം സുവ്രതൻ ഗുരുക്കളുടെ കളരി വിശേഷങ്ങൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിലെ മുല്ലശ്ശേരിയിലുള്ള ചങ്ങരം കുമരത്ത് വേദകളരി പാഠശാലയിലാണ്.
വർഷങ്ങളുടെ കളരി പാരമ്പര്യമുള്ള തറവാടാണിത്. മാത്രമല്ല ഈ സാമൂതിരി പടത്തലന്മാരുടെയൊക്കെ വലങ്കയായിരുന്ന ആളുകളുണ്ടായിരുന്ന തറവാടും കൂടിയാണ്. ഈ തറവാട്ടിലെ കളരി വിശേഷങ്ങളാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. വേദകളരി പാഠശാലയിലെ സുവ്രതൻ ഗുരുക്കളാണ് ചേരുന്നത്. ഈ ഒരു കളരിയെക്കുറിച്ച് കൂടുതൽ നമുക്ക് പറയാനും എന്തൊക്കെയാണ് ആ ഒരു കളരി വിശേഷങ്ങൾ നമ്മോട് പങ്കുവയ്ക്കാനും അദ്ദേഹം കൂടി ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ശരിക്കും ഈ ഒരു കളരി എന്ന് പറഞ്ഞാൽ? ഇത് പാരമ്പര്യമായിട്ട് ഉണ്ടെന്നറിയാം, എങ്കിലും ഇതൊരു പ്രൊഫഷൻ ആക്കാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എപ്പോഴാണ് എത്തിയത്? തികച്ചും ഇതൊരു പ്രൊഫഷൻ ആക്കുക എന്ന് പറഞ്ഞാൽ ആകസ്മികമായ ഒരു സംഭവമായിരുന്നു. നന്ന ചെറുപ്പത്തിലുള്ള എൻ്റെ ഒരു താല്പര്യം. അച്ഛനാദ്യം വൈമുഖ്യമുണ്ടായിരുന്നു, കാരണം ഇത് ആയാൽ ഒരു പ്രൊഫഷനാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഞാനിതെല്ലാം ത്യജിച്ചുകൊണ്ട്, എല്ലാം ഒഴിഞ്ഞു വെച്ചുകൊണ്ട്, ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നാലും ഒറ്റയ്ക്ക് ജീവിക്കുള്ളൂ, കളരി പഠിച്ച് കളരി പഠിപ്പിക്കണം. അത് നമ്മളെ ഒരു പൈതൃക കലയാണ്, കേരളത്തിൻ്റെ മാത്രം സ്വത്താണ്. അത് ഇവിടെ മുഴുവൻ, കേരളം മുഴുവൻ വ്യാപിക്കണം. മാത്രമല്ല പുറം നാടുകളിലും വെളിനാടുകളിലും കടൽ കടന്നും കളരി കൊണ്ടുപോകണം. ആ ആഗ്രഹം കൊച്ചുനാൾ മുതലുണ്ടായി. ആ ആഗ്രഹത്തിന് എൻ്റെ അമ്മ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. സ്കൂൾ ലൈഫിൽ തന്നെ കളരി ഗുരുനാഥനെ വരുത്തി പഠിച്ചു തുടങ്ങി. അത് തികച്ചും സക്സസ് ആയിരുന്നു. കാരണം ചെറുപ്പം മുതലേ തന്നെ ചെയ്തുകൊണ്ട് അനായാസേന ശരീരത്തിനെ വളച്ചു ഒടിച്ചെടുക്കാനൊക്കെ അനായാസേന സാധിച്ചിരുന്നു. കോളേജിലെത്തിയോടുകൂടി അത് യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. അതിൽ അനവധി സമ്മാനങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു. കളരി മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കളരി പാഠശാല എന്നൊക്കെ പറയുമെങ്കിലും കളരി മാത്രമല്ല, അതിലുപരിയായിട്ടുള്ള ആയോധനകലകൾ, കരാട്ടെ അടക്കമുള്ള ആയോധനകലകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാർഷൽ ആർട്സ് ഒക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് വളരെ കൗതുകം തോന്നി. അപ്പോൾ എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത് ശരിക്കും? ഡിഗ്രി ലഭിച്ചതിന് ശേഷം ഞാൻ ഇംഗ്ലീഷാണ് എൻ്റെ പാഠ്യവിഷയം. ഇംഗ്ലീഷാണ് പ്രധാനമായത്. അപ്പോൾ അമേരിക്കയിലാണ് ബ്രദേഴ്സ്. അപ്പോൾ അവർ പറഞ്ഞു അമേരിക്കയിലേക്ക് വരണം. അപ്പോൾ ടോഫൽ എന്ന് പറഞ്ഞ ഒരു എക്സാം, ഇംഗ്ലീഷിന് എക്സാമാണ്, അത് എഴുതണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ ചെന്നത്. ബാംഗ്ലൂർ ചെന്നപ്പോൾ അവിടെ നിന്ന് വന്ന ഒരു വിദേശി ഉണ്ടായിരുന്നു, ബാറ്റ്സൺ, ഇംഗ്ലീഷുകാരനാണ്. അപ്പോൾ അയാളായിട്ടുള്ള സംസാരത്തിൽ കൂടെയാണ് കറാത്തെ നിങ്ങൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്ന് ചോദിച്ചത്. അതാണ് അതിന് തുടക്കം കുറിച്ചത്. അങ്ങനെ അദ്ദേഹം എനിക്ക് അതിലേക്ക് ചില പ്രാഥമിക വശങ്ങൾ, മിസ്റ്റർ ബാറ്റ്സൺ ഫ്രം ഇംഗ്ലണ്ട്, അദ്ദേഹമാണ് അതിലേക്ക് എനിക്ക് തുടക്കം കുറിച്ചത്. അങ്ങനെ ആ ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കുന്നു. പിന്നെ അവിടെ നിന്ന് ഇന്ത്യയിൽ ഒതുങ്ങിയില്ല, വെളിനാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങി എല്ലാ രാജ്യങ്ങളും, അയൽവക്കങ്ങൾ കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് കടന്നു, എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചു. അവിടെ നിന്നൊക്കെ കറാത്തയ്ക്ക് പുറമെ കോബുഡോ, അത് ഒക്കിനാവയുടെ അഭ്യാസമാണ് കോബുഡോ, ആ കോബുഡോ പഠിക്കാൻ സാധിച്ചു. ഒക്കിനാവയിൽ നിന്നൊരു മാസ്റ്റർ വന്നു, അങ്ങനെ പഠിച്ചു. അങ്ങനെ ഇപ്പോൾ ജപ്പാനിൽ ചെന്നെത്തി, ജപ്പാനിലൊരു കളരി സ്ഥാപിച്ചു. അപ്പോൾ കളരിയുടെ ആ ഒരു മഹത്വം കടൽ കടന്ന് അപ്പുറത്തേക്ക് എത്തി. അവിടെ നിന്ന് ഈ കരാട്ടയും മറ്റും ഇങ്ങോട്ടേക്കും എത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഈ കളരി അഭ്യസിക്കാൻ പ്രായഭേദമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും അഭ്യസിക്കാം. അതിന് പ്രത്യേക ഒരു കാലയളവുമില്ല. എന്നാലും നമുക്ക് അറിയേണ്ടത് എത്ര പ്രായം മുതൽ എത്ര പ്രായം വരെയുള്ള ശിഷ്യന്മാർ ഇപ്പം അങ്ങേക്കുണ്ട് ഇവിടെ? കൊച്ചു കുട്ടികൾ മുതൽ, ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ 3.5 വയസ്സുകാർ, 4.5 വയസ്സുകാരൊക്കെ ഉണ്ട്. അവിടെ നിന്ന് തുടങ്ങി 70 എത്തിയവർ വരെ എൻ്റെ ശിഷ്യന്മാരായിട്ട് കൂടിയുണ്ട്. അതായത് ഒരു പ്രായഭേദമൊന്നുമില്ല, ജാതിഭേദമില്ല, ലിംഗഭേദമില്ല, അങ്ങനെ എല്ലാവരും ഈ ഒരു കളരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. യാതൊന്നില്ലാണ് എല്ലാവരും ഏക മനസ്സോടുകൂടി, സമാനോ മന്ത്ര സമിതി സമാനി, സമാന ചിത്തമായി സമാനമായ ഒരു ചിന്താഗതിയോടുകൂടി എല്ലാവരും പരിശീലിക്കണം. ഒരുമിച്ചിരുന്നു കൊണ്ട് ആ ഒത്തൊരുമ, സൗഹാർദ്ദം, അതിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇതുപോലെ കുറേ വീഡിയോസും ഇതൊക്കെ കണ്ടു. പിന്നെ ഇവിടെ ചേർന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നി. അപ്പോൾ പിന്നെ തുടർച്ച് പഠിക്കാൻ വേണ്ടി എല്ലാ പുതിയ അടവുകളൊക്കെ ചെയ്യണമെന്ന് നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞു, വീഡിയോയിൽ അമ്മ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്കും ഇഷ്ടമായപ്പോൾ ഞാനും ചേർന്നത്. ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ നന്നായി പഠിക്കാൻ ചെയ്യാം. ഇഷ്ടമാണോ കളരി? ഭയങ്കര ഇഷ്ടമാണോ? ഇഷ്ടമാണ്. എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ടോ?
തിരിഞ്ഞമർന്ന് സിംഹത്തെല്ലും നോക്കി ചാടി വീണ് നെയ്ക്കടിക്കുവാണ്. ഇവിടെ ഗുരുക്കൾ മാത്രമല്ല, ഗുരുക്കളുടെ പത്നി രാധ ചേച്ചിയും ഈ കളരി സ്ഥിരമായി അഭ്യസിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ചേച്ചിയോടുകൂടി ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ചേച്ചി എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്? തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്തുണ ഉണ്ടായിരിക്കും, എന്നാൽ പോലും എങ്ങനെയാണ് ഇതിനോട് ഇത്രയും ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇദ്ദേഹം കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഒരു 15 വർഷമായിട്ടുള്ളൂ. അതിന് മുന്നേ ചെറുപ്പത്തിലൊരു 25-30 എനിക്കിപ്പോൾ 57 വയസ്സായി. അപ്പോൾ അതിനൊരു 10-20 വർഷം മുന്നേ ഇദ്ദേഹത്തിൻ്റെ സെക്കൻഡ് മാരേജാണ്. ഞാൻ ആദ്യത്തെ ഭാര്യ ഉണ്ടായിരുന്നു. അവരുടെ ഒപ്പം വന്ന് കുറച്ച് നേരോടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഒരു 18-19 വയസ്സൊക്കെ ഉള്ളപ്പോൾ. അപ്പോൾ എനിക്ക് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച് പോകണമെങ്കിൽ ഇത് പഠിച്ചേ പറ്റൂ. ഇത് ചെയ്ത് എൻ്റെ ശ്വാസം മുട്ടിന് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് മരുന്ന് പാക്ക് ചെയ്ത് കൊടുന്നിരുന്നു. ഈ മരുന്നുകളൊക്കെ കഴിഞ്ഞു. ഗുളിക കഴിക്കണില്ല ഞാൻ. തുമ്മലൊക്കെ കുറവ്, ശ്വാസം മുട്ടില്ല. അപ്പോഴാണ് എനിക്കൊരു സന്തോഷം, സമാധാനം വന്നത്. അതോടുകൂടി പിന്നെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഇതിൽ തന്നെയായി. മൂപ്പരുടെ കൂടെ ഇത് തന്നെയാണ്. കളരി ക്ലാസ് എവിടെ ഉണ്ടെങ്കിൽ അതെടുക്കും. ഇപ്പം ഈ പഠിപ്പിക്കണ ഈ കുട്ടികളെ അവർക്ക് ക്ലാസ് എടുത്തിട്ടുള്ള അത് ഞാനാണ്. പണ്ട് കാലങ്ങളിൽ അംഗം വെട്ടി കാര്യങ്ങൾ തീരുമാനിച്ചിരുന്ന ഒരു സമ്പ്രദായം കേരളത്തിനുണ്ടായിരുന്നു. അത്രത്തോളം പ്രസക്തമായിരുന്നു കളരിപ്പയറ്റ്. ആ പൈതൃകമാണ് ഈ വേദപാഠകളരി കാത്തു സൂക്ഷിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും എ അനുരാഗിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്. വിപണി വിലയത്തിലാണ് ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. എങ്ങനെയായിരിക്കും ഇന്ന് വിപണിയിലെ നീക്കങ്ങൾ? ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പെട്ടെന്നുള്ള ഒരു കയറ്റത്തിൽ വിപണിയിൽ നിക്ഷേപർ ലാഭമെടുത്തത് വെള്ളിയാഴ്ച വാരാന്ത്യം നഷ്ടത്തിൽ അവസാനിക്കുന്നതിന് കാരണമായിരുന്നു. എങ്കിൽ കൂടിയും വിപണിയിൽ ഇപ്പോഴും നിക്ഷേപ താല്പര്യം നിലനിൽക്കുന്നുണ്ട്. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ വിപണിയിൽ നേട്ടം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വിപണിയിൽ മുന്നേറ്റം പ്രകടമാകണമെങ്കിൽ 26,000 എന്നുള്ള നിലവാരത്തിന് മുകളിൽ 1.5 സൂചികയായി നിഫ്റ്റി വ്യാപാരം തുടരേണ്ടതുണ്ട്. ഒട്ടുമിക്ക മേഖലകളിലും മികച്ച നിക്ഷേപ താല്പര്യം ഉണ്ടാകുമ്പോഴും IT മേഖലയിൽ ഉണ്ടായിട്ടൊരു വിൽപ്പന സമ്മർദ്ദമാണ് ഇപ്പോൾ വിപണിയെ മൊത്തത്തിലുള്ള മുന്നോട്ടുള്ള നയിക്കുന്നതിൽ ഒരു പ്രതിരോധമായി നിൽക്കുന്നത്. IT മേഖലയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിയ നിക്ഷേപ താല്പര്യം കാണുകയും ചെയ്തിരുന്നു. വരും ദിവസങ്ങളിലും ആ ഒരു നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഒട്ടേറെ ഘടകങ്ങൾ ഈ ഒരാഴ്ച വിപണിയെ സ്വാധീനിക്കാറുണ്ട്. ആഗോളതലത്തിൽ US ഫെഡറൽ റിസർവ് മീറ്റിംഗ് നടക്കുന്നു. US കാൽശതമാനമെങ്കിലും നിരക്ക് കുറയ്ക്കൽ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബുധനാഴ്ച വൈകുന്നേരം അത് അറിയാം. ഒപ്പം തന്നെ അവിടെ പണപ്പെരുപ്പ നിരക്ക് പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ ഒരു സ്വാധീനവും വിപണിയിലുണ്ടാവും. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ആഭ്യന്തര തലത്തിൽ വിപണിയെ സ്വാധീനിക്കും. ഒട്ടുമിക്ക പ്രധാനപ്പെട്ട കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളെല്ലാം പുറത്തു വന്നെങ്കിൽ കൂടിയും ഇനിയും ഒട്ടേറെ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ പുറത്തു വരാനുണ്ട്. അത് ഓഹരി അധിഷ്ഠിത നീക്കങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. എങ്കിലും വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള ഒരു നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിന് പ്രേരകമായ രീതിയിലാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും നിലപാടുകളും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിലറ്റ നിക്ഷേപത്തിലായിരുന്നു. എന്തായാലും ഒട്ടേറെ ഘടകങ്ങൾ ഈ വരും ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഏറ്റക്കുറച്ചിൽ വിപണിയിൽ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുൻനിര സൂചികയായ നിഫ്റ്റിയുടെ 26,000 എന്നുള്ള നിലവാരം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇന്നെന്തായാലും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. നന്ദി ശ്രീ ദിലീപ്. സ്വന്തം കഴിവിനെ ആദ്യം തിരിച്ചറിയുക, കിട്ടാത്തതിനെക്കുറിച്ച് സങ്കടപ്പെടാതിരിക്കുക, എപ്പോഴും വിജയത്തിനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. വിജയം ഉറപ്പായും നിങ്ങളെ തേടിയെത്തും. ഇതൊക്കെ പറയാൻ നല്ല എളുപ്പമാണ്, പക്ഷേ അത് ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് കാണാം ഗെയിം ചേഞ്ചർ എന്ന സെഗ്മെൻറ്റിലൂടെ. പ്രശസ്ത സ്പോർട്സ് ബ്രോഡ്കാസ്റ്ററും കോളമിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറുമായ S. ശ്രീധർ പിള്ള പറഞ്ഞുതരും. എൻ്റെ ജീവിതത്തിൽ കുറേ പാഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രൊഫഷൻസും എനിക്കുണ്ട്. കുറച്ച് ഐ ഹാവ് മൾട്ടിപ്പിൾ പ്രൊഫഷണൽ ഐഡൻറ്റിറ്റീസ്. അങ്ങനെ ഒന്നാണ് സ്പോർട്സ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് കമൻട്രി ചെയ്യുക, അല്ലെങ്കിൽ സ്പോർട്ടിംഗ് ഈവൻറ്റ്സ് ആങ്കർ ചെയ്യുക, അതിൽ പ്രസൻറ്റർ ആവുക. അങ്ങനെ
ഇടയ്ക്ക് ഓപ്പർച്യൂണിറ്റീസ് വരാറുണ്ട്. അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ആൻഡ് ഐ ഫീൽ എക്സ്റ്റാറ്റിക് അബൌട്ട് ഇറ്റ്. ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ ഒരു മത്സരം വളരെ കൂടുതലുള്ളൊരു ഫീൽഡാണ്, വളരെ ടൈറ്റ് കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് പല പല ഘടകങ്ങളും ഉണ്ടാവും. ഞാൻ പലപ്പോഴും ക്രിബ് ചെയ്യാറുണ്ട്, ഞാൻ പലപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. ഞാൻ പലപ്പോഴും വിചാരിക്കും, എനിക്കത് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ ഇത് വന്നില്ല, അങ്ങനെ പല കാര്യങ്ങളും. പക്ഷേ ഞാൻ ഒരിക്കൽ സ്റ്റേഡിയത്തിൽ ഒരു സ്പോർട്ടിംഗ് ഇവൻ്റ് സ്റ്റേഡിയത്തിൽ ഞാനിങ്ങനെ നാഷണൽ ടി വിയിൽ ഒരു ഈവൻറ്റ് ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെടും. അന്നൊരാളെ ഞാൻ കണ്ടു. അദ്ദേഹത്തിന് അവിടെ ഒരു ചെറിയൊരു റോളാണ് കമ്പാരിറ്റീവ്ലി, അതായത് ഒരു ചെറിയൊരു അനൗൺസ്മെൻറ്റ് അവിടെ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ആളുടെ, എന്നെക്കാൾ പ്രായത്തിൽ വളരെ കുറഞ്ഞ ഒരാളാണ്, ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഹി വാസ് സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. അവിടെ നിൽക്കുന്ന പുള്ളി അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയും ഈ പ്ലെയേഴ്സിനെ കാണുക, അല്ലെങ്കിൽ ബാക്കി ടെലിവിഷൻ ക്രൂ ആയിട്ട് പരിചയപ്പെടുക, ഭയങ്കരമായ ഒരു ആവേശത്തോടെയാണ് ആ മനുഷ്യൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഐ ഫെൽറ്റ് എംബാരസ്ഡ്. കാരണം പലപ്പോഴും നമുക്ക് കിട്ടുന്ന കാര്യത്തിൽ നമ്മൾ ഹാപ്പിയല്ല. നമ്മളെപ്പോഴും പോരാ എന്നുള്ളത് ശരിയാണ്. ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് എപ്പോഴും കൂടുതൽ വേണം, അവസരങ്ങൾ വേണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാകും. പക്ഷേ നമ്മൾ പലപ്പോഴും വി ആർ നോട്ട് ഹാപ്പി വിത്ത് വാട്ട് യു ഹവ് ഗോട്ട്, അല്ലേ? ശരിയല്ലേ? വി ആർ ജസ്റ്റ് നോട്ട് ഹാപ്പി വിത്ത് വാട്ട് വി ഹവ് ഗോട്ട്. എനിക്ക് തോന്നിയതാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, അന്ന് രാത്രിയിൽ ഞാൻ പോയി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഞാൻ ആലോചിച്ചു. അയാളുടെ മുഖമാണ് എൻ്റെ മനസ്സിൽ മുഴുവൻ. അപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്, ദർ ആർ പീപ്പിൾ ഇൻ ദിസ് വേൾഡ് ഹൂസ് ബെസ്റ്റ് ഡേയ്സ് ആർ വേഴ്സ് ദാൻ മൈ വേഴ്സ്റ്റ് ഡേയ്സ്. അതായത് എൻ്റെ ഏറ്റവും മോശമായ ദിവസത്തെക്കാൾ മോശമായ ഒരു ദിവസം മറ്റു പലരുടെയും ഏറ്റവും നല്ല ദിവസമായിരിക്കും. നമ്മൾ പലപ്പോഴും അത് കാണാറില്ല. ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആൾക്ക് ഹെൽത്തിൻ്റെ, അതായത് ആരോഗ്യത്തിൻ്റെ വാല്യൂ എന്താണെന്നറിയില്ല. വീട്ടിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അഹങ്കാരം പറയരുത്, നീ ഇടയ്ക്കൊന്ന് പോയി ആ ഒരു ക്യാൻസർ വാർഡിലോ അല്ലെങ്കിൽ ഇടയ്ക്ക് അങ്ങനെ ഒരു ഇതിലോ ആക്സിഡൻറ്റ് പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ ഒന്ന് അടുത്ത് പോകുമ്പം മനസ്സിലാവും നമ്മൾ എന്തുമാത്രം ബ്ലെസ്ഡ് ആണെന്നുള്ളത്. അപ്പം സംടൈംസ് നമുക്ക് കിട്ടാത്തതിൻ്റെ പുറകെ നമ്മൾ പോകുമ്പം നമുക്കുള്ളതിൻ്റെ വാല്യൂ നമ്മൾ കാണുന്നില്ല. ദ പോയിൻറ്റ് ഈസ്, ലെറ്റ് us be thankful, let's carry gratitude. നമുക്കുള്ളതിനോട് നമുക്ക് സർവേഷനോട് നന്ദി പറയാം. അതുപോലെ തന്നെ നമുക്ക് പരിശ്രമം തുടരുകയും ചെയ്യാം. നാളെ കാണാം. താങ്ക് യു വെരി മച്ച്. യാത്രാ സൗകര്യമില്ലാതെ വർഷങ്ങളേറെയായി ദുരിതമനുഭവിക്കുകയാണ് കോഴിക്കോട് നടുത്തുരുത്തി ദ്വീപ് നിവാസികൾ. താൽക്കാലിക ആശ്വാസമായി കടത്തുവള്ളമുണ്ടെങ്കിലും പുതിയൊരു പാലം വേണമെന്ന സ്വപ്നമായി തന്നെ നിലനിൽക്കുന്നു. യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധ നടപടികളിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. നടുത്തുരുത്തി ദ്വീപ് നിവാസികൾക്ക് എലത്തൂരിലേക്ക് എത്താനുള്ള ഏകമാർഗം കടത്തുവെള്ളമാണ്. ഇപ്പോൾ ഒരു 10 ആൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു 4 ആളെ കയറ്റി കഴിഞ്ഞാൽ അങ്ങോട്ട് കാറ്റും മഴയൊക്കെ വരികയാണെങ്കിൽ ഞാനിവിടെ നിർത്തി പിടിക്കും. പാലം വന്നു കഴിഞ്ഞാൽ ഈ തോണിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓൽക്ക് 5 മിനിറ്റ് കൊണ്ട് റോട്ടുമിലെത്തി. വഞ്ചിക്കാരനെത്തിയില്ലെങ്കിൽ ഇവരുടെ മുൻകൂട്ടി നിശ്ചയിച്ച യാത്രകളെല്ലാം മുടങ്ങും. അല്ലാത്ത പക്ഷം 10 കിലോമീറ്റർ അധികം ചുറ്റി വേണം ഇവർക്ക് പുറം ലോകത്തേക്ക് എത്താൻ. വാഹനങ്ങൾ സ്വന്തമായി ഇല്ലാത്തവർക്ക് അതും ഒരു ബുദ്ധിമുട്ടാണ്. കടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിലൂടെയൊക്കെ തോണി കൊണ്ടാടുന്ന സ്ഥലമാണ്. എപ്പോഴാണ് വെള്ളം പൊന്തുക എന്നുള്ളത് അറിയാൻ പറ്റൂല. നടുത്തുരുത്തിയെയും എലത്തൂരിനെയും ബന്ധിപ്പിച്ച് കോരപ്പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കാൻ 2018-19 സാമ്പത്തിക വർഷത്തിൽ കിഫ്ബി ഫണ്ടിൽ നിന്ന് 20 കോടി രൂപ നീക്കിവെച്ചിരുന്നു. എന്നാൽ ചിലർ ഭൂമി വിട്ടു നൽകാൻ തയ്യാറാകാതെ വന്നതോടെ പദ്ധതി മുടങ്ങി. 20 കോടി രൂപയുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു വലിയ പാലം തന്നെയാണ്. സ്ഥലം നഷ്ടപ്പെട്ടു പോകുന്ന ചില പ്രശ്നമൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കമ്മിറ്റി ഉണ്ടാക്കിയതിന് എതിർവാദവുമായി വന്ന സമയത്തെല്ലാം കൂടി അത് നഷ്ടപ്പെട്ടു പോയ ഒരു സംഭവം. ഇപ്പോൾ തന്നെ ഇവിടുന്ന് മറുകര എത്തണം, എലത്തൂർ ഭാഗത്ത് ഇവിടെയുള്ള ആളുകൾക്ക് എത്തണമെങ്കിൽ 7 കിലോമീറ്ററോളം ചുറ്റി പാവങ്ങാട് വഴി പോയിട്ട് വേണം അവിടെ എത്തണമെങ്കിൽ. ഞങ്ങൾക്ക് പെട്ടെന്നൊന്ന് അക്കരെ പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയാണ്. ആൾക്കാർ, പേടിയുള്ള ആൾക്കാരൊന്നും ഇപ്പം പോകുന്നില്ല. ഇപ്പൊക്കെ വളർന്നു വരുന്ന കുട്ടികളൊക്കെ വളരെ പേടിയാണ് ഈ കടത്ത് കിടക്കുക. അപ്പം ഞങ്ങൾക്കൊരു പാലം എത്രയും പെട്ടെന്ന് അനുവദിച്ച് കിട്ടണമെന്നാണ് പറയാനുള്ളത്. പിന്നെ ഈ പ്രദേശമൊക്കെ നിങ്ങൾ കണ്ടില്ലേ, വളരെ ഡേഞ്ചറായിട്ടുള്ള ഇതാണ്. ഇവിടെ ഒരു ഭിത്തി പോലും ഇല്ല. അങ്ങനത്തെ ഒരു ഷെഡുണ്ട്, അതും പൊളിഞ്ഞു വീഴാനായതാണ്. ഒന്നിലേക്കും ഒരു ഇത് വരുന്നില്ല. 85 കുടുംബങ്ങളിലായി പ്രായമായവരും കുട്ടികളുമടക്കം 300-ലധികം ആളുകളാണ് പ്രദേശത്ത് താമസിക്കുന്നത്.
നടുത്തുരുത്തി നിവാസികൾക്ക് പുറം ലോകത്തേക്ക് എത്താനുള്ള ഏക ആശ്രയമാണ് കളത്തുവെള്ളം. വർഷങ്ങളേറെയായി അനുഭവിക്കുന്ന യാത്രാദുരിതത്തിന് പരിഹാരം കാണാൻ പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് നാട്ടുകാർ. ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. റിപ്പോർട്ടോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.